പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക, പഴയ പാതകൾ അന്വേഷിക്കുക, നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക, അപ്പോൾ നിങ്ങൾ വിശ്രാന്തി അടയും. വന്ന വഴികൾ മറക്കരുതെന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. പുതിയ വഴികളും വഴിത്തിരിവുകളും ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ ചില പഴയ പാതകൾ ഓർത്തെടുക്കുന്നതും ആ പഴമയിലെ നന്മകളെ, പുണ്യങ്ങളെ തേടിപ്പിടിച്ച് അതിൽ സഞ്ചരിക്കുവാനുമാണ് ഈശോ ഇന്ന് നമ്മളെ വിളിക്കുന്നത്. ഇന്ന് ഉള്ളതിനേക്കാൾ പിന്നിട്ട വഴികളിൽ ദൈവം നമ്മെ വഴി നടത്തിയതും പൊതിഞ്ഞു പിടിച്ചതും പിടിച്ചെഴുന്നേൽപ്പിച്ച് മുന്നോട്ട് നടത്തിയതുമായിട്ടുള്ള നല്ല ഓർമ്മകളെ ഒരിക്കലും മറക്കാതിരിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ വന്ന പാത മറക്കാത്ത ഒരു അപ്പോസ്തലനെ നാം കണ്ടുമുട്ടുന്നുണ്ട്, വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ. കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ സ്വയം തന്നെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പോസ്തലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനാണ്. ഇന്ന് ഞാൻ എത്ര വലിയവനാണെന്ന് പലരും സ്വയം വിശേഷിപ്പിക്കുമ്പോഴും ഞാൻ എത്ര നിസ്സാരനാണ് എന്ന് വിശുദ്ധ പൗലോസിനെ പോലെ പറയാൻ സാധിക്കണമെങ്കിൽ പഴയ പാതകളെ, വഴികളെ മറക്കാതിരുന്നാൽ മതി. പുതുമയിലും പഴമയെ മറക്കാതിരിക്കാം. ഇതാ, ദിവ്യകാരുണ്യ ഈശോ നമുക്കായി ഒരുക്കിയിരിക്കുന്ന നന്മയുടെ, വിശുദ്ധിയുടെ വഴി തേടുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.